ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2ൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലേ, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ആ കള്ളനെ കണ്ടുപിടിക്കലും അത് കണ്ടുപിടിച്ച് നമ്മുടെ ആനന്ദ് നമ്മുടെ ബാലൻ്റെ അടുത്ത് എത്തിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പം എല്ലാ സത്യങ്ങളും ബാലൻ്റെയും ഗോമതിയുടെയും മുമ്പിൽ നമ്മുടെ ദേവിയെ നിർത്തിക്കൊണ്ട്, എല്ലാവരെയും നിർത്തിക്കൊണ്ട് നമ്മുടെ ആനന്ദ് ബാലനോട് സത്യങ്ങളൊക്കെ പറയുകയാണ്. ഇത്രയും നാളും ഇവിടെ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ എൻ്റെ മനസ്സിലിട്ട് ഇത്രയേറെ ഞാൻ നീറി ഈ ഒരു അവസ്ഥ ഞാൻ കടന്നു പോവുമായിരുന്നു. ഒരിക്കലും ആനന്ദ് ദേവിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതോ ഒന്നുമല്ല. നമ്മുടെ ബാലൻ തന്നെ ആനന്ദിന് വേണ്ടി കണ്ടെത്തി കൊടുത്ത ഒരു ജീവിതമാണ് ദേവിയായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതമാണ് അച്ഛൻ എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് ഇനി സഹിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ആനന്ദ് ബാലനോട് പറയാണ്. അപ്പം ബാലന് ഇതിൽ പ്രത്യേകിച്ച് ബാലന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ബാലൻ ഒരു തീരുമാനം എടുത്തതാണ് തൻ്റെ മകനായ ആനന്ദ് അതനുസരിച്ച് ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടന്നത്. പക്ഷേ ഇനി ഈ തെറ്റുകളൊക്കെ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ആനന്ദ് തന്നെയാണ് എന്നുള്ളത് നമ്മുടെ ബാലൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് ഒടുവിൽ നമ്മുടെ ഉദയഭാനുവിനെ വീട്ടിലോട്ട് വിളിച്ച് വരുത്തുകയാണ്. അപ്പോൾ ഉദയഭാനുവിനെ ഫോൺ ചെയ്ത്, കാരണം അയാളെയും കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഉദയഭാനുവിനെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഉദയഭാനു ഫോൺ എടുക്കുമ്പോൾ, ആനന്ദ് മോനെ, എന്താ മോനെ, ഒരു ഒലിപ്പീര് വർത്താനം ഉണ്ടല്ലോ ഉദയഭാനുവിന്. അതെ, താനൊന്ന് ദേവമംഗലം വരെ ഒന്ന് വരാൻ പറയും. അല്ല, എന്താ മോനെ, അവിടെ എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ? അപ്പോൾ ആനന്ദ് പറയും, ഒരു വിശേഷം ഉണ്ട്. അത് ഞങ്ങളുടെ ഗോമതി സ്റ്റോറിൽ ഈ അടുത്തായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് പണം കാണാണ്ട് പോകണുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, അത് എങ്ങനെ അത്രയും പണമൊക്കെ കാണാണ്ട് പോണത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ, അത് സാരമില്ല, അത് ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ ക്യാമറ വെച്ച് അത് തെളിവ് സഹിതം ഇങ്ങനെ കണ്ടുപിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനുവിൻ്റെ ജീവൻ പോവാണ്. കാരണം തൻ്റെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു എന്നുള്ളത് ഓർത്തിട്ട് ആകെ ഒരു ഇതായി പോവാണ്. അങ്ങനെ ഉദയഭാനുവിന് തൻ്റെ ഇനി കൈ നിൽക്കില്ല പിടിച്ച, കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനിയിപ്പോൾ എന്തായാലും കള്ളം പിന്നെ കൈയോടെ പൊക്കി. എടോ, താൻ തൻ്റെ വലിയ വർത്താനമൊന്നും അടിക്കാണ്ട് മര്യാദയ്ക്ക് ദേവമംഗലത്തോട്ട് വന്നോ, അല്ലെങ്കിലുണ്ടല്ലോ താൻ അറിയും വിവരമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഉദയഭാനു, അയ്യോ മോനെ, അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോ ഉടായ്പ ന്യായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ ബാലൻ പറയാം, എന്തായാലും ഉദയഭാനു കൂടെ വരട്ടെ എന്ന് പറയാം. അങ്ങനെ ഉദയഭാനു എത്തുകയാണ്. അപ്പം എല്ലാ തെറ്റുകളും പറഞ്ഞ് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ട്, തനിക്കൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് തൻ്റെ അച്ഛനും അമ്മയും ചെയ്ത ആ ഒരു കൊടും ക്രൂരതകൾ കാരണം തനിക്കായിട്ട് കിട്ടിയ നല്ലൊരു ഭാവി, നല്ലൊരു ജീവിതം തനിക്ക് പോയല്ലോ എന്നോർത്തിട്ട് ആകെ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ. അത് ആ ഒരു സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ ദേവി എല്ലാവരും മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ നിൽക്കാനായിട്ടോ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദേവി എനിക്ക് ഭാര്യയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ദേവി നെടുവീർപ്പോടെ തന്നെ, ആനന്ദേട്ടാ അങ്ങനെ പറയല്ലേ ആനന്ദേട്ടാ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, നീ എന്തറിഞ്ഞിട്ട് ആനന്ദേ, അവൾ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തു പോയി, പക്ഷെ അവൾക്ക് നമ്മളോട് ഈ സത്യങ്ങളൊക്കെ പറയാമായിരുന്നു, അത് പറഞ്ഞില്ല. മോളെ ദേവി, നിന്നെ ഞങ്ങൾ ഒരു മകളെ പോലെ അല്ലേ കണ്ടിട്ടുള്ളൂ, നിനക്ക് എന്തുണ്ടെങ്കിലും ഈ അച്ഛനോടും അമ്മയോടും പറയാമല്ലോ. പറ്റിയില്ല ബാലിച്ച, എനിക്ക് പറയാൻ പറ്റിയില്ല, എൻ്റെ തെറ്റ് തന്നെയാണ്, അതിനെന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇത്രയും പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഉദയഭാനു കടന്നു വരികയാണ്. അങ്ങനെ ഉദയഭാനു എത്തിക്കഴിയുമ്പോഴത്തേക്കും ബാലച്ചൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഉദയഭാനു സാറെന്നല്ലാണ്ട് നമ്മുടെ ബാലച്ചൻ വിളിച്ചിട്ടില്ല. അത്രയും മര്യാദയും റെസ്പെക്റ്റും ഒക്കെ കൊടുത്താണ് ഇത്രയും നാൾ സംസാരിച്ചത്. അവസാനം എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി നിരത്തി ആനന്ദ് വെച്ചു കൊടുത്തൊക്കെയാണ്. അപ്പോൾ ഉദയഭാനു അടവോടുകൂടി തന്നെ വരെയാണ്. ബാലച്ചൻ ഒന്നും തോന്നരുത്, ഞാനും എൻ്റെ ഒരുപാട് ബിസിനസ്സുകളും മറ്റും ചെയ്ത് എന്നെ പലരും
പറ്റിച്ച് എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എൻ്റെ 2 പെൺമക്കളുടെ ഭാവി ഓർത്ത് ഞാൻ അത് പല കള്ളത്തരങ്ങളും പറഞ്ഞ് തന്നെയാണ് ഈ ഒരു കല്യാണം നടത്തിയത്. എൻ്റെ 2ാമത്തെ മകൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ നേരെ ആ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് അവളുടെ ജീവിതത്തെ കൂടെ ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ബാലച്ചൻ പറയും, അതെ നിങ്ങൾ അധിക പ്രസംഗമൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയ്ക്കും വൃത്തിയിട്ടൊരു മനുഷ്യനാണ് നിങ്ങളെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ ബാലച്ചൻ പറയും കേട്ടോ. അപ്പം ഉദയഭാനു തൊഴുതുകൊണ്ട് ഒരു കുറ്റവാളി നിൽക്കുന്ന പോലെയുള്ള അടവിൽ നമ്പർ വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബാലച്ചൻ നമ്മുടെ ഉദയഭാനുവിൻ്റെ അടുത്ത് പറയും, അതെ ഇനി മേലാൽ നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ ഈ ദേവമംഗലം വീട്ടിൽ ഇനി കാല് കുത്തരുതെന്ന് പറയും. അപ്പോഴേക്കും ബാലച്ചൻ പറയും, ബാലച്ച ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ന്യായീകരിക്കണമല്ല, പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞോട്ടെ, എൻ്റെ മോളുടെ ഭാവി, എൻ്റെ മോളുടെ ജീവിതം നിങ്ങൾ തകർക്കരുത് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് ഉദയഭാനു ബാലച്ചൻ്റെ കാല് പിടിക്കണം. അപ്പം ബാലച്ചൻ പറഞ്ഞു, അതെ എൻ്റെ മകന് വേണ്ടിയിട്ട് ഈ ജീവിതം ഞാനാണ് അവന് കൊടുത്തത്, പക്ഷേ ഇനി ഈ തെറ്റുകളെല്ലാം ഇത്രയും അവൻ മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം അത്രയ്ക്കും വെറുത്തു പോയ ഒരവസ്ഥയിൽ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി അവനോട് ആ ദേവിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഞാൻ പറയില്ല, കാരണം അവനാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് പറയും. അപ്പം നമ്മുടെ ദേവി കരഞ്ഞ് കാല് പിടിക്കുകയാണ് ആനന്ദിൻ്റെ. ആ സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ ഈ കേസൊന്നും അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറയാതിരുന്നത് അനുവിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പിന്നെ ഞാൻ ഇത് പറയാനായിട്ട് ഒരുങ്ങിയ സമയത്തും ഇവളുടെ വയറ്റിലൊരു കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ പോലും ഇവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോഴേക്കും ദേവി പറയാം, ആനന്ദേട്ട അങ്ങനെ ഒരിക്കലും പറയില്ല ആനന്ദേട്ടാന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ നീ ആ കുഞ്ഞിനെ കളയൂടി, നീ മനഃപൂർവ്വം അല്ലേടി എൻ്റെ കുഞ്ഞിനെ കളഞ്ഞതെന്ന് ആനന്ദ് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ദേവി അത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോമതി പറയും, മോനെ നീ സത്യങ്ങൾ അറിയാണ്ട് പറയരുത്, ഒരിക്കലും ദേവി അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് ഗോമതി പറയാം. പിന്നെ എങ്ങനെ ബാത്റൂമിൽ തെന്നി അവൾ മനഃപൂർവ്വം വീണത് തന്നെയാന്ന് പറയാം. അപ്പോഴാണ് ദേവി കരഞ്ഞുകൊണ്ട് പറയുന്നത്, അലോക് കാരണമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്, അന്ന് ആനന്ദേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ആനന്ദേട്ടൻ ഒരു പക്ഷേ അലോകിനെ കൊന്നേനെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേടിച്ചിട്ട് ആനന്ദേട്ടനോട് പറയാതിരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആനന്ദ് കുറച്ച് നേരം ഇങ്ങനെ ഇതായിട്ട് നിന്നിട്ട് പറയാം, കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, പക്ഷേ എന്നോട് ചെയ്ത എൻ്റെ ജീവിതം വെച്ച് നീ അമ്മാനമാടി, നീ നിൻ്റെ അച്ഛനും അമ്മയും, അതിന് നിനക്ക് എന്ത് ന്യായീകരണമോ ആ ദേവി ഉള്ളതെന്ന് ചോദിക്കും. പക്ഷേ അപ്പോൾ ദേവിക്ക് പറയാനായിട്ടൊന്നുമില്ല. ദേവി കരഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നെ ഉപേക്ഷിക്കല്ലേ ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് കരയും കേട്ടോ. മീനുവിനും മിത്രയ്ക്കുമൊക്കെ ഭയങ്കര സങ്കടമാവാണ്. കാരണം ഒരിക്കലും ദേവിയേട്ടത്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല. വലിയൊരു കുടുംബത്തിലെ കുട്ടിയാണ്, നല്ലൊരിതാണ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് നിന്നത്. പക്ഷേ ഇങ്ങനൊരവസ്ഥ വന്നു ചേരുമെന്ന് ഒരിക്കലും അവർ കരുതിയില്ല. എല്ലാവർക്കും ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ആ ഒരു സീനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉദയഭാനു കരഞ്ഞുകൊണ്ട് എന്നെ ബാലൻ്റെ അടുത്തും ഗോമതിയുടെ അടുത്തും പറയുന്നുണ്ട്, എൻ്റെ മകളെ ഉപേക്ഷിക്കരുത് സാറേ പ്ലീസ്, കാരണം എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്, അവൾക്ക് ഇനി നല്ലൊരു ജീവിതം ഇനി ഒരിക്കലും കിട്ടില്ല, നിങ്ങളായിട്ട് അവളുടെ ജീവിതം കളയരുതെന്ന് ആനന്ദ് മോനെടുത്ത് പറയണമെന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു ഭയങ്കര കണ്ണീരിലൊക്കെ അങ്ങ് ആകണേ. അപ്പോൾ ബാലൻ പറഞ്ഞു, താൻ അധികം ഇനി ഇവിടെ കിടന്ന് പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട, പിന്നെ നമ്മൾ ദേവി മോള് ഒരു കാര്യം ദേവി മോളോട് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം നിനക്ക് ഞങ്ങളോട് തുറന്ന് പറയാമായിരുന്നു, പക്ഷേ നീ അത് പറഞ്ഞില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്ന് കരുതി അവളെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് താൻ കരുതണ്ട, കാരണം അവൾ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരിക്കലും ആനന്ദ് ഇനി എൻ്റെ ജീവിതത്തിൽ ദേവി ഒരിക്കലും വേണ്ട, ദേവിയെ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് ഒരിക്കലും കടത്തില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് എന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആനന്ദിന് വെറുപ്പായിപ്പോയി ദേവിയോട്, എന്ന് വെച്ചാൽ ജീവിതം തന്നെ മടുത്തുപോയി. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനു ഇങ്ങെത്തിയല്ലോ.
അപ്പോൾ അനുശ്രീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലോകിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ വരുന്ന സീനും കാര്യങ്ങളൊക്കെയാണേ. നമ്മുടെ അലോക് വലിയ സന്തോഷത്തിൽ, എടി ഇറങ്ങിപ്പോടി, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാടി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അനുശ്രീ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വീമ്പിളക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നീ പൊക്കോ, കാരണം അലോകിനെ എങ്ങനെയാണെങ്കിലും അനുശ്രീനെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടുക, എന്നിട്ട് ആ അമേരിക്കക്കാരൻ്റെ ഒറ്റ മകളെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അനുശ്രീ പോയ ഉടനെ തന്നെ അലോക് കയറി വന്നപ്പോൾ രാജശ്രീ പറഞ്ഞു, എടാ അലോകെ, നീ എന്ത് ബുദ്ധിമോശ കാണിക്കണേ, എടാ നിൻ്റെ ജീവിതത്തിൽ ഇനി അവളെപ്പോലൊരു പെൺകുട്ടി നിനക്ക് കിട്ടൂടാ, നിനക്ക് പ്രായം എന്തായെന്നാ നിൻ്റെ വിചാരം? നീ എന്ത് കരുതിയിട്ട് അവളെ നീ എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ നിനക്ക് ഇനി ആരാ വല്ല രംഭ മേനക വല്ലതും നിനക്ക് വരുമോ? എടാ നിൻ്റെ സ്വഭാവം അറിഞ്ഞ് നിൻ്റെ വയസ്സും സ്വഭാവവും ഇതൊക്കെ അറിഞ്ഞ് ഏതെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുകൂടാ നിനക്കെന്ന് രാജശ്രീയൊക്കെ പറയണം കേട്ടോ. ഈ സമയം അലോക് പറയാം, അമ്മ അവിടെ മിണ്ടാതിരിക്കുക, എനിക്ക് വലിയച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് നല്ല ഒരേ ഒരു അമേരിക്കക്കാരൻ്റെ ഒറ്റ മകളെ ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മ കണ്ടോ ഞാൻ എങ്ങനെ ജീവിക്കാൻ പോകണമെന്ന്. അപ്പോഴേക്ക് അലോക് നേരെ നമ്മുടെ അനന്തൻ്റെ അടുത്ത് കയറി ചെല്ലണം കേട്ടോ. എന്നിട്ട് പറയും, വലിയച്ഛ അതെ അനുശ്രീ ആയിട്ടുള്ള ജീവിതം വലിയച്ഛൻ അറിഞ്ഞല്ലോ, ഇനി എനിക്ക് വലിയച്ഛൻ പറഞ്ഞ ആ ഒരു പ്രപ്പോസലുണ്ടല്ലോ ഒരു അമേരിക്കക്കാരൻ്റെ വലിയച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആ ബന്ധം നമുക്കൊന്ന് ആലോചിച്ച് വരാമെന്ന് പറയും. നാണം കെട്ടവനെ, നിനക്ക് നാണം ഉണ്ടോടാ? ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ അങ്ങനെ തേച്ച് മാച്ച് കളഞ്ഞിട്ട് ഇനി നിനക്ക് വേറൊരു പെൺകുട്ടിയുടെയും കൂടെ ജീവിതം നിനക്ക് കളയണോ അല്ലേടാ? നിനക്ക് നാണം ഉണ്ടോടാ എന്ന് പറയാം. അപ്പോഴേക്കും അലോകിന് മുഖത്തടി കിട്ടിയാണ് കൈപ്പോയി. ഇതെന്താ വലിയച്ഛൻ ഇങ്ങനെ പറയണ? എടാ എല്ലാം അറിഞ്ഞ് നിന്നെ സ്നേഹിച്ച് വന്നൊരു പെൺകുട്ടിയായിരുന്നു, അതിനെ തട്ടിത്തെറിപ്പിച്ച് നീ കളഞ്ഞു. പിന്നെ നീ പറയുമ്പോഴാണ് നിൻ്റെ അമേരിക്കക്കാരൻ, എൻ്റെ കൂട്ടുകാരൻ അമേരിക്കക്കാരൻ്റെ ഒറ്റ മകള്, അവരൊക്കെ ഈ കഥ പണ്ടേ അറിഞ്ഞേക്കാം. ഇനി നീ ഒരു രണ്ടാം കെട്ടുകാരൻ, അത് എന്ത് കാരണത്താൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഈ ഒരു മാസം കൊണ്ട് ഉപേക്ഷിച്ചു എന്നോ എന്താ റീസണെന്നോ എന്നുള്ളതൊക്കെ നാട്ടുകാർ പറഞ്ഞു നടക്കൂടാ. ഇനി എത്ര പേരെ ചെവിയിൽ ഈ കഥ എത്തും? അപ്പോഴാണ് അവൻ ഇനി അമേരിക്കക്കാരൻ്റെ മോളെ കെട്ടണം, എഴുന്നേറ്റ് പൊക്കോണം. അച്യുത നീ എന്ത് വളർത്താടാ ഇവനെ വളർത്തി വെച്ചേക്കണത്? ബോധമെന്ന് പറയണ ഇല്ലല്ലോ. അത് പിന്നെ അനന്തേട്ട അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ. എന്ത് പറഞ്ഞു പോയെന്ന്? മര്യാദയ്ക്ക് വല്ലടോ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറ. ഇനി കല്യാണവും വേണ്ട, പെണ്ണും വേണ്ട, പിടക്കൊഴിയും വേണ്ട, ഉള്ള തന്ന ജീവിതം കാലുകൊണ്ട് തട്ടിക്കളയാൻ നിനക്ക് കഴിവുണ്ടായിരുന്നല്ലോ. ആ അനുശ്രീ ഇവിടെ വന്നു, അവൾ നിൻ്റെ അടുത്ത് ദേഷ്യവും വൈരാഗ്യവും കാണിച്ചു, അത് ശരി തന്നെയാണ്. അതെന്തുകൊണ്ടാ? നീ അവളോട് കാണിച്ച ക്രൂരത, അവളെ കുടുംബത്തോടും കാണിച്ച ക്രൂരത അത്രയ്ക്കും വലുതായിരുന്നു, അതുകൊണ്ടാണ് അവൾ നിന്നോട് ആ രീതിയിൽ പെരുമാറിയത് എന്നൊക്കെ നമ്മുടെ അനന്തൻ ഇങ്ങനെ അച്യുതനോട് പറയുന്നുണ്ട് കേട്ടോ. അലോക് എന്താ പറയണേ, ഇടി വെട്ടി കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം പോയി, അനുവും പോയി, അമേരിക്കക്കാരിയും പോയി, എല്ലാം പോയി. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അലോകിന് ആദ്യമൊന്നും അത്ര വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അനുശ്രീ പോയില്ല, അവൾ പോയത് നന്നേ. പക്ഷെ പിന്നെ 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 നമ്മുടെ അലോകിൻ്റെ ഉള്ളിൽ അനുശ്രീയെ ശരിക്കും അങ്ങോട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത്രയും നാളും അനുവിനെ അലോക് സ്നേഹിച്ചിട്ടേ ഇല്ല, അനുവിനെ മനസ്സിൽ പോലും അലോക് ചിന്തിച്ച് കരുതിയിട്ടില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ അലോക് അനുവിനെ മനസ്സിൽ കരുതി പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പ്രണയിച്ച് അനുവിൻ്റെ അനുവിനോടുള്ള ഇഷ്ടം കൂടി വരണം. അവസാനം അനു തൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ളൊരു നിലപാടിലൊക്കെ നമ്മുടെ അലോക് എത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതൊക്കെ ഭയങ്കര രസമാട്ടോ. നമ്മുടെ അനു ഇനിയിപ്പോൾ അച്ഛൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ബാലൻ പറഞ്ഞതുപോലെ ഒരു IAS ആവാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും പരിശ്രമിക്കുന്നുണ്ട്. അപ്പം വിവാഹത്തെക്കുറിച്ചൊന്നും അനു ഇപ്പോൾ ചിന്തിക്കുന്നില്ല, പഠനം മാത്രമാണ് മുൻപിൽ കാണുന്നത്. അങ്ങനെ ചിന്തിച്ച് അവസാനം അനു നന്നായിട്ട് പഠിക്കുന്നു. പക്ഷേ ഈ അനുവിൻ്റെ പുറകെ നമ്മുടെ അലോക് റോഡിൽ കാല് പിടിക്കും കണക്കാണെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ അനുവിൻ്റെ പുറകെ നടക്കണം കേട്ടോ. പക്ഷേ അനുവിന് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഇങ്ങനത്തെ ആ ഒരു രീതിയിൽ അനുവിനെ ഒരിക്കലും അലോകിനെ ഇഷ്ടപ്പെടില്ല. കാരണം ഒരു കാലത്ത് അനു സ്നേഹിച്ചിരുന്നു അലോകിനെ, മനസ്സ് നിറഞ്ഞ് തന്നെ അനു സ്നേഹിച്ചിരുന്നു. പക്ഷേ അന്ന് തന്നെ വഞ്ചിച്ച് തൻ്റെ കുടുംബത്തിനെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ
രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ മോശപ്പെടുത്തി കാണിച്ചിട്ട് ഇനി നിന്നെ ഞാൻ സ്നേഹിക്കുന്ന നീ മനസ്സിൽ പോലും കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലോകിനെ അവോയ്ഡ് ചെയ്ത് തന്നെ വിട്ടു കേട്ടോ. പക്ഷെ അലോക് പിന്നെ നമ്മുടെ സുകന്യനെ ഒന്ന് പുറകെ നടക്കുന്നുണ്ട്. കാര്യം സുകന്യ എങ്ങനെയെങ്കിലും അനുവിനെ ഒന്ന് ആക്കി തരാമോ, അനു ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ അവളില്ലാണ്ട് പറ്റില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുകന്യ പറഞ്ഞു, എൻ്റെ അലോകെ നീ ഇനി എത്ര കഷ്ടപ്പെട്ടിരുന്നാലും ഒരു കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, അനുവിന് ഇനിയിപ്പം എന്താണ് IAS കാര്യം IPS കാര്യം ആവണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ ആരെ കെട്ടിയിരുന്നാലും നിന്നെ കല്യാണം കഴിക്കുമെന്നുള്ളൊരു വ്യാമോഹം നീ മനസ്സിൽ പോലും കരുതണ്ട എന്ന് തന്നെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അലോക് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല സുനിട്ടത്, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. അലോകിന് അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് ഇഷ്യൂസും പ്രോബ്ലമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് അനുവിൻ്റെ ഒരു ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ആകെ മൊത്തത്തിലൊരു അലോക് അങ്ങ് പെട്ടുപോയി. കാരണം വെച്ചാൽ അലോകിൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു 0 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അലോക് എത്രത്തോളം അനുവിൻ്റെ കാല് പിടിക്കാൻ പറ്റുമോ കാല് പിടിച്ച് ഇങ്ങനെ നടക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാന്ത്വനം 2 നല്ല രസമായിട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് എന്താണൊക്കെ ആയി തീരും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാണേണ്ട സീനുകൾ തന്നെ. കാത്തിരിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് മറന്നുകൊണ്ട് കേട്ടോ. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. ജസ്റ്റ് വന്ന് കണ്ടിട്ട് കാര്യമില്ല, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് തന്നെ കേൾക്കണം. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.